ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആചാര ലംഘനം കൂട്ടുനിന്നത് ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും കൃഷിമന്ത്രി പി. പ്രസാദും. അഷ്ടമിരോഹിണി വള്ളസദ്യക്കിടെയാണ് ആചാര ലംഘനം നടന്നത്. ഉച്ചപൂജയ്ക്ക് മുൻപ് വള്ളസദ്യ ഉദ്ഘാടനം നടത്തി മന്ത്രിമാർ സദ്യ ഉണ്ടു. ഭഗവാന് നിവേദിച്ച ശേഷമാണ് കൊടിമരച്ചുവട്ടിൽ ദീപം തെളിയിച്ച് സദ്യ വിളമ്പുക. മന്ത്രിയുടെ തിരക്ക് കാരണം ഉദ്ഘാടനം നേരത്തെയാക്കി സദ്യ വിളമ്പി എന്നുള്ളതാണ്. വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ രമേശാണ്. ഗോകുൽ, മന്ത്രിമാർക്ക് തിരക്ക്, അതുകൊണ്ട് ഭഗവാന് നിവേദിക്കേണ്ട കാര്യമില്ല, മന്ത്രിമാർ തന്നെ അങ്ങ് സദ്യ ഉദ്ഘാടനം ചെയ്ത് അങ്ങ് ഉണ്ടു. എന്താണ് വിവരങ്ങൾ? രാഖി, തീർത്തും ആചാര ലംഘനം ആയിട്ടുള്ളൊരു നടപടിയാണ് ആറന്മുള ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അഷ്ടമിരോഹിണിയായിരുന്നു. അഷ്ടമിരോഹിണി ആറന്മുള ഭഗവാന്റെ ജന്മദിനം കൂടിയിട്ടാണ്. ആ ജന്മദിനത്തിൽ അവിടെ എത്തുന്ന എല്ലാവർക്കും വള്ളസദ്യ അത് കാലങ്ങളായി തുടർന്നു വരുന്നൊരു ആചാരമാണ്. പക്ഷേ ഭഗവാന് നേദിച്ച ശേഷമാണ് ഭക്തർക്കും അതോടൊപ്പം തന്നെ പള്ളിയോടക്കാർക്കും ഒക്കെ ആയിട്ട് വള്ളസദ്യ വിളമ്പാറുള്ളത്. എല്ലാ വർഷവും നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. അതായത് ഉച്ചപൂജയ്ക്ക് ഭഗവാന് സദ്യ നേദിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിന് പുറത്ത്, ശ്രീകോവിലിന് പുറത്ത് കൊടിമര ചുവട്ടിൽ ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആ ഭാഗത്ത് സദ്യ വിളമ്പുകയും ദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. അതിനുശേഷമാണ് 52 കരകളിൽ നിന്നെത്തുന്ന പള്ളിയോടക്കാർക്കും അതോടൊപ്പം തന്നെ കരക്കാർക്കും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിന്റെ പരിസരത്തും ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തുമായിട്ട് വള്ളസദ്യ വിളമ്പാറുള്ളത്. ഇത് ഭക്തർ വളരെ ആചാരപൂർവ്വം കണക്കാക്കുന്ന ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ചടങ്ങ് കൂടിയിട്ടാണ്. പക്ഷേ ഇക്കുറി ഇതിൽ വലിയ ഭംഗമാണ് വന്നിരിക്കുന്നത്. മന്ത്രി വി.എൻ. വാസവൻ, ദേവസ്വം ബോർഡ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഈ ആചാരത്തെ ലംഘിക്കുന്ന രീതിയിലുള്ള നടപടി ഉണ്ടായത്. അതായത് 11 മണിക്കാണ് ഈ ഉച്ചപൂജയ്ക്ക് ശേഷം ഈ ഔദ്യോഗിക ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ദീപം തെളിയിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനവും ഈ ക്ഷേത്രത്തിന് പുറത്തുള്ള സദ്യയുടെ വിളമ്പൽ ആരംഭിക്കലും ക്രമീകരിച്ചിരുന്നത്. പക്ഷേ മന്ത്രി തിരക്കുകൾ മൂലം നേരത്തെ എത്തി. 10 മണിയോടുകൂടി മന്ത്രി വി.എൻ. വാസവൻ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര അധികൃതർ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി ഓഫീസിൽ കൊണ്ടിരുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ 10:30യോടുകൂടി അദ്ദേഹത്തിന് മറ്റു പരിപാടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഭാഗത്ത് ദീപം തെളിയിച്ച് ഈ വള്ളസദ്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ ആ ദീപത്തിന് ചുവട്ടിലുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇലയിൽ ഈ വള്ളസദ്യ വിളമ്പുകയും ഒക്കെ തന്നെ ചെയ്തു. ഇതൊക്കെ നടക്കുന്നത് അകത്ത് ശ്രീകോവിലിൽ ഭഗവാന് നേദിക്കുന്നതിന് ഏകദേശം അരമണിക്കൂറുകളോളം മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇവിടെ കൊടിമര ചുവട്ടിൽ സദ്യ വിളമ്പിയതിന് പിന്നാലെ ഈ സമീപത്തുള്ള മറ്റു പന്തലുകളിലൊക്കെ തന്നെ ഈ പള്ളിയോടെ കരക്കാർക്കുൾപ്പെടെ സദ്യ വിളമ്പാനും ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ ക്ഷേത്രത്തിൽ ഉച്ചപൂജ ആരംഭിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എന്തായാലും മന്ത്രിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. മന്ത്രിക്ക് തിരക്കുണ്ടായത് മൂലമാണ് ചടങ്ങുകൾ നേരത്തെയാക്കി പള്ളിയോട സേവാ സംഘം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തത്. തുടർന്ന് മന്ത്രി സമീപത്തുള്ള ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ മന്ത്രിയും വള്ളസദ്യ കഴിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ ഈ ഉച്ചപൂജ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മന്ത്രി സദ്യ ഉണ്ടു. ഈ മന്ത്രി വി.എൻ. വാസവൻ സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു മന്ത്രിയായിട്ടുള്ള പി. പ്രസാദും അങ്ങോട്ടേക്ക് എത്തുന്നത്. പി. പ്രസാദും ഈ സദ്യ വിളമ്പാനും അതിനുശേഷം സദ്യ ഉണ്ണാനും ഒക്കെ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ള നേതാക്കളും ഇടത് നേതാക്കളും ഈ ചടങ്ങിൽ അല്ലെങ്കിൽ ഈ വള്ളസദ്യ ഉണ്ണാനായിട്ടുണ്ടായിരുന്നു. എന്തായാലും ആചാര ലംഘനപരമായിട്ടാണ് ഈ മന്ത്രിമാരുടെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളുടെയും ഭാഗത്തു നിന്നും ഇടപെടലും നടപടിയും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ തന്നെ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും മുമ്പും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ ആചാരങ്ങളെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള നടപടികളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. നമുക്കത് ഉദാഹരണങ്ങളുള്ളതാണ്. ശബരിമലയിൽ ക്ഷേത്ര തിരുമുൻപിൽ ശ്രീകോവിലിന് മുമ്പിൽ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ കയ്യൊന്ന് തൊഴാതെ പോലും നിൽക്കുന്ന മന്ത്രിയുടെ ചിത്രമടക്കം നേരത്തെ തന്നെ വിവാദമായിട്ടുള്ളതാണ്. അത്തരത്തിൽ ഹൈന്ദവ ആചാരങ്ങളോടും ക്ഷേത്ര രീതികളോടും ഒരു ബഹുമാനവും കാണിക്കാത്ത രീതിയിലുള്ള നടപടികൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും അത്തരം നടപടികൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണിപ്പോൾ ആറന്മുളയിലും നമ്മൾ കണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മന്ത്രിയുടെ പ്രവർത്തനത്തിനെതിരെ തുടർന്നു വരുന്നതാണ്, നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആചാരങ്ങളാണ്. ഭക്തർ ആ ആചാരത്തെ വളരെ ബഹുമാനത്തോടുകൂടി, വളരെ ഒരു നന്മയോടുകൂടി ചെയ്യുന്നതാണ് ഈ ആചാരങ്ങൾ. പക്ഷേ അത് ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ഖണ്ഡിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണിത് എന്ന് മാത്രം കണ്ടാൽ മതി. കാരണം ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗോകുൽ, ഈ ദേവസ്വം മന്ത്രി തന്നെ പറയുന്നു എനിക്ക് തിരക്കാണ്, അതുകൊണ്ട് തന്നെ സദ്യ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് അറിയിക്കുന്നതനുസരിച്ച് അവിടെ സദ്യക്കുള്ള ചടങ്ങ് കൂടാതെ തന്നെ, അതായത് ഉച്ചപൂജ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ, കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇത് തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ചടങ്ങുകൾ ആരംഭിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതിനു മുൻപാണ് ഇത്തരത്തിൽ സദ്യ ഒരുക്കി മന്ത്രി ഉണ്ടത് എന്നുള്ളത് തന്നെയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അവിടെ നടന്ന സംഭവങ്ങൾ. എന്തായാലും ആ മന്ത്രി ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ ഈ ചടങ്ങുകളൊക്കെ നേരത്തെയാക്കി ഈ ആചാര ലംഘനം വരുത്തിയത് എന്നുള്ള കാര്യം ആ ക്ഷേത്ര അധികൃതർ തന്നെ അല്ലെങ്കിൽ പള്ളിയോട സേവാസംഘം അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 10 മണിയോടുകൂടി തന്നെ മന്ത്രി ക്ഷേത്രത്തിലെത്തുകയും 15 മിനിറ്റ് മാത്രം അദ്ദേഹം അവിടെ ആ കമ്മിറ്റി ഓഫീസിൽ ചെലവഴിക്കുകയും 10 മിനിറ്റോളം മാത്രമേ ചെലവഴിക്കുകയും ചെയ്തിട്ടുള്ളൂ. അതിനുള്ളിൽ പുറത്തിറങ്ങി ഇത്തരത്തിൽ തനിക്ക് മടങ്ങണം എന്നാവശ്യപ്പെട്ടത് പ്രകാരം ആണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നേരത്തെ ക്രമീകരിച്ചത്. 10:30 ഈ ദീപം തെളിയിക്കലും സദ്യ വിളമ്പലും നടപടികളും ഒക്കെ ആരംഭിച്ചു. തൊട്ട് പിന്നാലെ തന്നെ ആ സമീപത്ത് എല്ലായിടത്തും തന്നെ വള്ളസദ്യ വിളമ്പൽ ആരംഭിച്ചു. അതായത് ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ്. അത് ആദ്യം ഭഗവാന് തന്നെ നിയന്ത്രിച്ചതിന് ശേഷമാണ് ഭക്തരെല്ലാവരും കഴിക്കുക എന്നുള്ളതാണ് ഹൈന്ദവ ആചാരപ്രകാരം നടന്നു വരുന്ന ചടങ്ങ്. പക്ഷെ അതിനൊക്കെയാണ് വലിയ ഭംഗം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് പള്ളിയോട സേവാ സംഘം അധികൃതരുടെ ഭാഗത്തു നിന്നും ആദ്യഘട്ടത്തിലൊന്നും എതിർപ്പ് ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. മന്ത്രിയുടെ ആ വാക്കിന് അല്ലെങ്കിൽ അത് അനുസരിക്കുക മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആചാര ഭംഗം വരും എന്നുള്ള കാര്യം അവർക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷേ അത്തരം നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരം തന്നെയാണ്. എന്തായാലും ഈ ആചാരഭംഗത്തിന് നേതൃത്വം നൽകിയത് മന്ത്രിമാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മന്ത്രി വി.എൻ. വാസവൻ പ്രധാനമായിട്ടുമുണ്ട്. മന്ത്രി പി പ്രസാദ് അടക്കമുള്ള ആളുകൾ അതിന് കൂട്ടുനിൽക്കുകയും ഇടത് നേതാക്കൾ രാജു എബ്രഹാം അടക്കമുള്ള ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ ആചാര വിഘ്നത്തിന് കാരണമായിട്ട് നിലകൊള്ളുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ആറന്മുള നിവാസികളായിട്ടുള്ള ഹൈന്ദവ ഭക്തർ വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ വാർത്തയായതിന് പിന്നാലെ വലിയ പ്രതികരണങ്ങളും വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വരുന്ന മണിക്കൂറുകൾ ഒരുപക്ഷെ മന്ത്രിക്കെതിരായിട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായേക്കും. പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ സംരക്ഷണത്തിനൊക്കെ വലിയ സംഗമങ്ങളൊക്കെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഹൈന്ദവ ആചാരങ്ങൾക്ക് പുല്ലുവില നൽകിക്കൊണ്ടുള്ള നടപടികളിലേക്ക് ദേവസ്വം മന്ത്രി തന്നെ നേതൃത്വം നൽകുന്നത് എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരം തന്നെയാണ്. ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഈ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെയും ഇടത് പാർട്ടിയുടെയും ഭാഗത്തു നിന്നും വളരെ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ കൂടി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ആറന്മുള ക്ഷേത്രത്തിൽ അത് ഏറെ പ്രാധാന്യപ്പെട്ട ഒരു ചടങ്ങാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഗോകുൽ. അന്ന് എന്തുകൊണ്ടാണ് അവിടെ വള്ളസദ്യ നടക്കുന്നത്, എന്ത് ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അവിടെ വന്നൊരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന അതേ ലാഘവത്തിൽ വന്നിരുന്ന് 10 മിനിറ്റ് മാത്രം ചെലവഴിച്ച ശേഷം അവിടെ നിന്ന് സദ്യയും കഴിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു. ഇതാണ് ഒരു ദേവസ്വം മന്ത്രി അവിടെ ചെയ്തത്. എന്തായാലും ഒരു വലിയൊരു സമൂഹത്തെ, ഹൈന്ദവ സമൂഹത്തെ, ഭക്തരെ എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അത് തന്നെയായിരുന്നല്ലോ സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഖി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ ക്ഷേത്രത്തിലെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ഭക്തർ അന്നത്തെ ദിവസം ആറന്മുള ക്ഷേത്രത്തിലെത്തി ആ തിരുസദ്യ അല്ലെങ്കിൽ പള്ളിയോട അല്ലെങ്കിൽ ഈ വള്ളസദ്യ ഉണ്ണുക എന്നുള്ള ഒരു കാര്യത്തിന് പ്രകാരം അവിടെ ആ ക്ഷേത്രത്തിലെത്തിയതാണ്. അത്രയും ഭക്തരെ തന്നെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഏറെ പവിത്രതയോടും ഭക്തിപൂർവ്വവും കാണുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഈ അഷ്ടമിരോഹിണി വള്ളസദ്യ എന്ന് പറയുന്നത്. അത് ഉണ്ണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ഭാഗ്യമായി കണക്കാക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അത്തരത്തിൽ പവിത്രമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങിനെ അവഹേളിക്കുന്ന നടപടി തന്നെയാണ് ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. കൃത്യമായിട്ട് ആചാര ലംഘനം തന്നെയാണ്, ആചാരഭംഗം തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മന്ത്രിമാർ അവിടെ എത്തി മാധ്യമങ്ങളോട് വലിയ പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആറന്മുള സദ്യയെ പറ്റിയൊക്കെ വാദോരാതെ സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു മന്ത്രിമാരൊക്കെ തന്നെ. പക്ഷേ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കൂടി അതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു പക്ഷേ അറിവുണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വർഷമായിട്ട് ആറന്മുള ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങ് കൂടിയിട്ടാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി അറിവില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് സത്യമല്ലായിരിക്കാം. പക്ഷേ ഈ ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ടുകൂടി ഈ ഒരു ആചാരം അറിവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വയ്യല്ലോ ഗോകുൽ. കാരണം അന്ന് ജന്മാഷ്ടമിയുടെ ഭാഗമായി നടക്കുന്ന വള്ളസദ്യയാണ്. അത് എന്ത് ചടങ്ങാണ് അവിടെ നടക്കുന്നത് എന്നറിയാതെയാണോ ഒരു ദേവസ്വം മന്ത്രി അവിടേക്ക് ചെല്ലുന്നത്, ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുകയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ ഇടത് നേതാക്കളുടെയും ഇടത് മന്ത്രിമാരുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള നടപടി ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ അതിന് പുല്ലുവില കൽപ്പിക്കുന്ന നടപടി ഇവരുടെ ഭാഗത്തു നിന്ന് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പറ്റി തെല്ലും അറിവില്ലാത്തവരാണ് ഇവർ എന്നുള്ള കാര്യം നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇവർ തന്നെ. എന്തായാലും പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ എന്തിനിങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഇതിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനിങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ള ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് മന്ത്രി VN വാസവനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളിലൊക്കെ തന്നെ ഹൈന്ദവ സമൂഹം കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തോടും ഈ ഇടത് സർക്കാരിനോടും ഒക്കെ തന്നെ. ഇത്തരത്തിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്, ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ മുതൽ തന്നെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളതാണ്. എന്തായാലും ഇവിടെയും സമാനമായി തന്നെ ആ രീതിയിൽ മന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. വിശ്വാസമില്ലെങ്കിൽ, ഈ ആചാരാനുഷ്ഠാനങ്ങളെ പറ്റി അറിവില്ലെങ്കിൽ എന്തിനാണ് ഇവനൊക്കെ മുന്നിൽ നിൽക്കുന്നത്, മാധ്യമങ്ങൾ അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ഇത്തരത്തിൽ മേനി നടിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് നേരെ ഉയർന്നു വരേണ്ടത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ അതായത് എന്തിനാണ് ഇങ്ങനെ മേനി നടിക്കുന്നത്, വിശ്വാസമില്ലെങ്കിൽ വരേണ്ട എന്ന ആ ഒരു കാര്യം, അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണല്ലോ ഇവർ കൊട്ടിഘോഷിച്ച് നടത്താൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമം. എന്ത് വിശ്വാസം ഇരുന്നിട്ടാണ്, ഏത് ഹൈന്ദവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? പന്തളം കൊട്ടാരമടക്കം ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിച്ചതാണ്. അയ്യപ്പ ഭക്തർ അവരുടെ വിശദീകരണം നൽകിയതാണ്. പക്ഷേ ഞങ്ങൾ നടത്തും, ഞങ്ങൾ കൈയിട്ട് വാരും, ഇത് തന്നെയാണ് സർക്കാരിന്റെ ഒരു നിലപാട്. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ആറന്മുള വള്ളസദ്യ ഉദ്ഘാടനം നടത്തിയ ഇടപെടലുകളും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരെന്ന് അവകാശപ്പെടുന്നവരാണ് ഇവർ. പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആചാര ലംഘന നടപടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു, അവർ ആവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഏറ്റവും ഒടുവിലായിട്ട് ഈ ആറന്മുളയിൽ ഉണ്ടായിട്ടുള്ള സംഭവം കൂടി വ്യക്തമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും ഇതിനെതിരായിട്ട് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പ്രവൃത്തികൾ ഇനിയും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന വേളയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആചാര ലംഘന പരിപാടി, അതും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറെ എടുത്ത് നോക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത. എന്തായാലും അല്ലെങ്കിൽ ശബരിമലയുടെ സംരക്ഷണമാണ് വലുത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ ആഗോള സംഗമം നടത്താനായിട്ട് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ അതിനൊക്കെ പുറമെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വലുതാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെയുള്ള വിശ്വാസങ്ങളും ഭക്തരുടെ വിശ്വാസങ്ങളും എന്നുള്ളത് ഈ മന്ത്രിമാരടക്കം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. എന്തായാലും വലിയ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള നടപടി തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രാഖി, ഗോകുൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രേക്ഷകൻ സദാനന്ദൻ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഭഗവാന്റെ പണം മാത്രമല്ല ഭഗവാന്റെ നിവേദ്യം പോലും കൈയിട്ട് വാരാൻ തുടങ്ങി നമ്മുടെ സർക്കാർ എന്നുള്ളതാണ്. ഈ രീതിയിലാണ് അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെയൊക്കെ പ്രതികരണം എന്നുള്ളതാണ്. എത്ര കിട്ടിയാലും ഇവർ പഠിക്കാൻ പോകുന്നില്ല, ഒരുതരം ധാർഷ്ട്യമാണ് ഗോകുൽ. തീർച്ചയായിട്ടും. എന്തായാലും ഈ പ്രേക്ഷകർ പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ വാക്കുകളാണ്. അത് കൃത്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയത്. കാരണം ഈ വിശ്വാസികളുടെ പണവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ പണവും ഒക്കെ കൈയിട്ട് വരാൻ മാത്രമാണ് ഈ അധികൃതരുടെ അതിന് മാത്രമാണ് അവർക്ക് തിടുക്കം, അതിന് മാത്രമാണ് താല്പര്യം. മറിച്ച് ഈ ഓരോ ക്ഷേത്രങ്ങളിലും നിലനിൽക്കുന്ന പവിത്രമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതൊക്കെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും നേരെ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ഈ മന്ത്രിമാരുടെയും ഇടത് നേതാക്കളുടെയും ഒക്കെ തന്നെ ഭാഗത്തു നിന്നും തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത് ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ മാത്രമാണ്. അത് അങ്ങ് 2018 ശബരിമല വിഷയം മുതൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എന്തായാലും അതവർ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റ് വിശ്വാസങ്ങൾക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള നടപടികളോ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടുള്ള നോവിക്കലോ പോലും ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് സംഘടിതരല്ലാത്ത ഹൈന്ദവ സമൂഹത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഇത്തരം പ്രവണതകൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഹൈന്ദവ ഐക്യം
തന്നെയാണ് രൂപപ്പെട്ട് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടുള്ള പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തുടർന്ന് വരുന്ന ഈ ഇടത് നേതാക്കളുടെയും ഈ ഇടത് മന്ത്രിമാരുടെയും പ്രവണതകൾക്കെതിരെയും കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമമൊക്കെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കൂടി നടക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഈ വിഷയം അടക്കം ആ സംഗമങ്ങളിൽ ഉയർന്നു വരും, അവിടെ ചർച്ചകളിൽ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഹൈന്ദവ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ശബരിമല കർമ്മസമിതി അടക്കമുള്ള വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ മന്ത്രിമാരെ കൊണ്ട് അല്ലെങ്കിൽ ഇടത് നേതാക്കളെ കൊണ്ട് ചോദിപ്പിക്കും ഹൈന്ദവ സമൂഹം എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയം വേണ്ട എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. എന്തായാലും മുമ്പത്തെ പോലെയല്ല, വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നടപ്പാക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് ഹൈന്ദവ സമൂഹം മാറിയിട്ടുണ്ട്. കൃത്യമായിട്ടൊരു സംഘടനാ ചട്ടക്കൂടിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകീകൃത മനസ്സോടുകൂടി ഹൈന്ദവ സമൂഹം പ്രതികരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകൾ അതിനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ശക്തമായ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന മണിക്കൂറുകളിൽ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും പ്രതികരണങ്ങളും നമുക്ക് ലഭ്യമാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും നമുക്ക് കൂടുതൽ ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാകേണ്ടതിനൊപ്പം തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ തേടുക ഗൂഗിൾ. എന്തായാലും നമുക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര ലംഘനമാണ് ഗൂഗിൾ റിപ്പോർട്ട് ചെയ്തത്. കൂട്ടുനിന്നത്, അതായത് അവിടെ നടന്ന ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും കൃഷിമന്ത്രി പി പ്രസാദുമാണ് എന്നുള്ളതാണ്. അഷ്ടമി രോഹിണി വള്ളസദ്യക്കിടെയാണ് ഗുരുതര ആചാര ലംഘനം നടന്നത്. ഉച്ചപൂജയ്ക്ക് മുൻപ് വള്ളസദ്യ ഉദ്ഘാടനം നടത്തി മന്ത്രിമാർ സദ്യ ഉണ്ട് അവിടെ നിന്ന് മടങ്ങി. ഭഗവാന് നിവേദിച്ച ശേഷമാണ് കൊടിമര ചുവട്ടിൽ ദീപം തെളിയിച്ച് സദ്യ വിളമ്പുക. അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത്. മന്ത്രിയുടെ തിരക്കാണ് കാരണം. മന്ത്രിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഉദ്ഘാടനം നേരത്തെയാക്കി സദ്യ വിളമ്പി മന്ത്രി സദ്യ ഉണ്ടു അവിടെ നിന്ന് മടങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഗോകുൽ രമേശാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഉഷ നല്ലൂർ പറയുന്നുണ്ട്, അവിടെ മന്ത്രിയുടെ ഈ നീക്കം എതിർക്കണമായിരുന്നു, ഉണ്ണാതെ പോകട്ടെ എന്ന് വയ്ക്കാമായിരുന്നില്ലേ, മന്ത്രി ഭഗവാനല്ലല്ലോ എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ മന്ത്രിക്ക് തിരുവനന്തപുരത്ത് ഒരു സദ്യ എത്തിച്ചു കൊടുക്കണമായിരുന്നു എന്നാണ് അജിത് ഭാസ്കറുടെ പ്രതികരണം. അത്തരത്തിലാണ് പ്രേക്ഷകർ അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്.